അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 13 അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഞാൻ ചിലമ്പുന്ന കൈത്താളം അത്രേ. പിന്നൊന്നും കേൾക്കാനില്ല, പിന്നൊന്നും അറിയാനില്ല. 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ആ മലയെ ചാടിച്ചപ്പുറത്തോട്ട് കൊണ്ടുപോകത്തക്കവണ്ണം വിശ്വാസം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. പുല്ലുണങ്ങും, പൂവാടും, ദൈവവചനം എന്നേക്കും നല്ലെന്നേക്കും. ഓക്കെ, ഞാനൊരു ചിന്ത പറയാം. നിങ്ങളിത് കണ്ടല്ലോ അല്ലേ? 1 കൊരിന്ത്യർ 13 കംപ്ലീറ്റ് ലവ്, സ്നേഹ, കംപ്ലീറ്റ് സ്നേഹ. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 ഒന്ന് കാണിക്കാവോ? 12 ഒന്ന് കാണിക്കാവോ? 12:1. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. Now concerning spiritual gift, brethren, I would not have you ignorant. നിങ്ങൾ ഒരിക്കലും സ്പിരിച്വൽ ഗിഫ്റ്റുകളെ കുറിച്ച് ഇഗ്നോറന്റ് ആയിരിക്കരുത്. പിന്നെ അടുത്ത ആ അധ്യായം നിങ്ങൾ നോക്കണം. 3-ാമത്തെ വാക്യം നോക്കി, 3-ാമത്തെ വാക്യം നോക്കി. ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ യേശു ശപിക്കപ്പെട്ടെന്ന് പറയുന്നില്ല. 4, 5, 6, 7, 9 വാക്യങ്ങളിലെ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവെന്നത്രേ. ഈ 1 കൊരിന്ത്യൻസ് എന്നെ നോക്കണം. ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാനാണ്. ഈ 1 കൊരിന്ത്യർ പറഞ്ഞേ, 1 കൊരിന്ത്യർ 12-ാം അധ്യായം മുഴുവനും കൃപാവരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 9 ഗിഫ്റ്റും. വാക്യം 8, 9 പോകുമ്പോഴത്തേനും അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഒരുത്തൻ ആത്മാവിൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരുത്തൻ അതേ ആത്മാവിൽ പരിജ്ഞാനത്തിന്റെ വചനം. 9-ാം വാക്യത്തിൽ പറഞ്ഞു, വേറൊരുത്തൻ അതേ ആത്മാവിൽ വിശ്വാസം, വേറൊരുത്തന് രോഗശാന്തിയുടെ വരം, ഗ്ലോറി റിസീവ് ഇറ്റ്. മറ്റൊരുത്തന് വീര്യപ്രവൃത്തി, മറ്റൊരുത്തന് പ്രവചനം, മറ്റൊരുത്തന് ആത്മാക്കളുടെ വിവേചനം. റിസീവ് ഇറ്റ്. ഹല്ലേലൂയ. മുഴുവൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? 12-ാം അധ്യായം മുഴുവനും സ്പിരിച്വൽ ഗിഫ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഹൗ മെനി പീപ്പിൾ വാണ്ട് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്? ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. അപ്പൊ 12-ാം അധ്യായത്തിൽ മുഴുവൻ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? വായിച്ചു നോക്കിയാൽ മതി. ഇനി 14-ാം അധ്യായത്തിൽ പോയി. 14-ാം അധ്യായം എന്തോ പറയുന്നതെന്നറിയാവോ? 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, പ്രവചനപരം വാഞ്ചിപ്പീൻ. അന്യഭാഷയെ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി പ്രവചിക്കുന്നു. ബ്രദർ, സിസ്റ്റർ, ലിസൺ ടു മീ. 1 കൊരിന്ത്യർ 12-ാം അധ്യായം സ്പിരിച്വൽ ഗിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം ഹൗ ടു ഓപ്പറേറ്റ് ദാറ്റ് സ്പിരിച്വൽ ഗിഫ്റ്റ്. എവിടെ പ്രവചിക്കണം, ആരോട് പ്രവചിക്കണം, അന്യഭാഷ പറയുന്നതിന്റെ ബ്ലെസ്സിങ് എന്താ, അന്യഭാഷ എപ്പോഴാ പറയേണ്ടി, എപ്പോഴാ പറയേണ്ടാത്ത. 14-ാം അധ്യായത്തിനകത്ത് ഹൗ ടു ഓപ്പറേറ്റ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്നുള്ളതാ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ വായിച്ച എന്തുവാ? ഇതിന്റെ ഇടയ്ക്കൊരു അധ്യായം ഇപ്പൊ വായിച്ചല്ലോ, 1 കൊരിന്ത്യർ 13. അതിനകത്ത് മുഴുവൻ എന്തോ എഴുതിയിരിക്കുന്നത്? 12-ാം അധ്യായത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്? സ്പിരിച്വൽ ഗിഫ്റ്റ്. 14-ാം അധ്യായത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്? ഹൗ ടു ഓപ്പറേറ്റ് ദാറ്റ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. ആ ആത്മീക വരങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ 13-ാം അധ്യായത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്? ബർഗർ മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബണ്ണ് കാണും. ബണ്ണ് കാണുമോ? അതിൻ്റെ മുകളിലും ഒരു ബണ്ണ് കാണും. ഈ അടിയിലിരിക്കുന്ന ബണ്ണിനകത്ത് എഴുതി വെക്കണം 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12. മുകളിൽ ഇരിക്കുന്ന ബണ്ണിനകത്ത് എഴുതി വെക്കണം 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 14. ഞാൻ പറയട്ടെ, കൃപാവരം ഒരു ബണ്ണ, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബണ്ണ. പക്ഷെ ഇത് ഫില്ല് ചെയ്യുന്നതിന് വാല്യൂ കൊടുക്കുന്നത് അതിനകത്ത് ഫില്ലിങ് ആണ്. ചാപ്റ്റർ 13 ഈ സ്നേഹം എന്ന ഫില്ലിങ് ഇല്ലാതെ പ്രവചനം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. സ്നേഹം എന്ന ഫില്ലിങ് ഇല്ലാതെ വേറെ എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല.
ബർഗറിന് വാല്യൂ ഉണ്ടാക്കുന്നത് ഈ രണ്ട് ബണ്ണല്ല, അതിൻ്റെ അകത്ത് ഫില്ലിങ്ങാ. അത് ബീഫാണോ ചിക്കൻ ആണോ വെജിറ്റേറിയൻ ആണോ, അതിനകത്ത് വരുന്ന ഫില്ലിംഗ് ആണ് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത് ഫില്ലായിരിക്കേണ്ടത് ദ ലവ് ഓഫ് ഗോഡ് ആയിരിക്കണം, ദൈവത്തിൻ്റെ സ്നേഹമായിരിക്കണം. That is a valuable thing. അതാണ് അതിൻ്റെ വില. ഹല്ലേലൂയ. അതിൻ്റെ വില അതാ. നമ്മൾ ഒരാൾക്ക് കൊടുത്ത സ്നേഹം, നമ്മൾ ഒരാളോട് കാണിച്ച ദൈവ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹമാ അവരൊരിക്കലും മറക്കാത്തത്. ചേർന്ന് രാമീൻ പറയാൻ എത്ര പേരുണ്ട്? They never forget that. ഹല്ലേലൂയ. നമ്മുടെ പ്രതിസന്ധിയിൽ, അവരുടെ പ്രശ്നത്തിൽ, അവരുടെ വേദനയിൽ, അവരുടെ പ്രതികൂലത്തിൽ അവരെ ചേർത്ത് പിടിച്ചത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ചില്, കൊട്ടാരക്കര ചർച്ചില്, അവിടെ ഈ വാതുക്കൽ നിൽക്കുന്ന അഷോസായിട്ട് നിൽക്കുന്ന ലീഡേഴ്സായിട്ട് നിൽക്കുന്ന 4 പേരുണ്ട്. അത് ഈ പുള്ളി ഞങ്ങളുടെ ചർച്ചിൽ ഒരു മനുഷ്യൻ കരുനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നു. ഈ ജിപ്സം ബോർഡിന്റെ ഒക്കെ പണി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ടെസ്റ്റിമോണി പറഞ്ഞതാ. അദ്ദേഹം ആദ്യം ചർച്ചിൽ വന്നു. അന്ന് ആ സർവീസിൽ 3000 അബോ ആളുകൾ ഗ്യാദർ ചെയ്ത സൺഡേ സർവീസാണ്. മീറ്റിംഗ് കഴിഞ്ഞ് ഒത്തിരി പേര് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. പുള്ളിക്ക് കാണാനോ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനോ പറ്റിയില്ല. പക്ഷെ അന്ന് പുള്ളി ചർച്ചിൽ വന്നപ്പോൾ ഈ വെളിയിൽ നിന്ന ബ്രദർ അജി, ആ സഹോദരൻ, ഈ വന്ന ഈ സഹോദരൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, പുള്ളിയെ കണ്ടിട്ടൊന്നുമില്ല, കണ്ടപ്പോഴേ നല്ല ചിരിച്ചു വളരെ പ്ലസൻ്റ് ആയിട്ട് കൈയൊക്കെ ഒന്ന് കൊടുത്ത് കുലുക്കി തോളത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, കർത്താവ് ഒന്ന് അത്ഭുതം ചെയ്യും, സഹോദരനെ ദൈവം സ്നേഹിക്കുന്നു, അകത്ത് ചെന്നിരുന്നോ, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേ പോകത്തുള്ളൂ. ഈ വന്ന പുള്ളിക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പുള്ളി പക്ഷേ ഈ ഒരു കൈ പിടിച്ച് കുലുക്കി സ്നേഹത്തോടെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, ബ്ലസ് ചെയ്യുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പുള്ളി ആ മീറ്റിങ്ങിൽ അന്ന് വന്ന് വചന ശുശ്രൂഷയും തിരക്കും ഇതെല്ലാം നോക്കിയിട്ട് പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊന്നും കണ്ടു പ്രാർത്ഥിക്കാനൊന്നും നടക്കൂല, ഇനി ഇവിടെ വന്നിട്ടൊന്നും കാര്യമില്ല എന്നൊരു മൈൻഡ് സെറ്റില്ല പുള്ളി തിരിച്ചു പോന്നെ. പക്ഷേ ഈ സഹോദരൻ സ്റ്റേജിൽ ടെസ്റ്റിമോണി പറയാൻ വന്നപ്പോൾ പറയുമായിരുന്നു, പക്ഷെ ഞാൻ അടുത്ത സൺഡേയിലും വന്നു, അത് ടിനു പാസ്റ്ററെ കാണാൻ വേണ്ടിയല്ല, ആ വെളിയിൽ നിൽക്കുന്ന സഹോദരനെ കാണാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ മനുഷ്യൻ, നമ്മൾ ലിസൺ ടു മീ, നമ്മൾ ഒരാൾക്ക് കൈ കൊടുക്കുന്നത്, നമ്മൾ ഒരാളെ ഒന്ന് അവരുടെ പ്രശ്നത്തിൽ ഒന്ന് റബ്ബ് ചെയ്യുന്നത്, അവരെ ഒന്ന് സ്നേഹത്തോടെ തലോടുന്നത്, ഈ സ്നേഹം പ്രകടമാക്കാനുള്ളത്. എല്ലാവരും പറഞ്ഞ സ്നേഹം പ്രകടമാക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ 5:8 അത് തന്നെ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ് സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എന്തോ നല്ലൊരു മലയാളം, സ്നേഹത്തെ പ്രകടമാക്കുന്നു, സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കിയേ. ആ ക്രൂശിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളോടുള്ള എന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. സ്നേഹം എന്താന്നുള്ളത് ഈ ഭൂമിയിൽ വന്ന് യേശു പ്രകടമാക്കി. യേശു അത് വെളിപ്പെടുത്തി. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ പറഞ്ഞു, അവരെ തടയല്, അവരെ എൻ്റെ അടുത്ത് വിടാം. ആ സ്നേഹത്തെ കർത്താവ് അങ്ങ് പ്രകടമാക്കി. ക്രൂശിലെ മരണത്തോളം. അത്രയൊന്നും ഒരു ഭർത്താവിന് ചെയ്യാൻ പറ്റുകയില്ല, അത്രയൊന്നും ഒരു ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ല, അത്രയൊന്നും അപ്പനും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ല. എനിക്ക് വേണ്ടി ജീവനെ തന്ന്, എനിക്ക് വേണ്ടി രക്തം തന്ന്, എനിക്ക് വേണ്ടി ശരീരം തന്ന്, എനിക്ക് വേണ്ടി ആത്മാവിനെ തന്ന്, എനിക്ക് വേണ്ടി സകലവും തന്ന് എന്നെ സ്നേഹിച്ച സ്നേഹം. He demonstrated his own love. അവന്റെ സ്നേഹത്തെ അവൻ ക്രൂശിൽ പ്രകടമാക്കി. Who is your role model? Can you please tell the name here? Who is your role model? നിങ്ങളുടെ മാതൃക ആരാ? നിങ്ങൾ ആരെയാ ഫോളോ ചെയ്യുന്നേ? നിങ്ങൾ ആരെയാ അനുഗമിക്കുന്നേ? അപ്പോ ആരുടെ സ്വഭാവമായി നീ കാണണ്ടേ? യേശുവിന്റെ സ്വഭാവം സ്നേഹം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അല്ലായിരുന്നു. ആ സ്നേഹത്തെ ജീവൻ തന്ന് വെളിപ്പെടുത്തി. ഈ സ്നേഹം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കാനോ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനോ ഉള്ളതല്ല. ഈ മനുഷ്യ ആയുസിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പം അത് വെളിപ്പെടുത്താനുള്ളതാണ്. നമുക്ക് സംസാരത്തിലൂടെ സ്നേഹം വെളിപ്പെടുത്താം.
സ്പർശനത്തിലൂടെ. ഈ സഹോദരൻ സങ്കടപ്പെട്ടിരിക്കുക, ബ്രദറെ ഗോഡ് ബ്ലെസ് യു, നോ വറീസ്. സ്പർശനത്തിലൂടെ, ടച്ചിങ്ങിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. എന്ത് കൊടുക്കുന്നതിലൂടെ? ആരും കേട്ടില്ലല്ലോ ഇവിടെ. സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. സമയം ചെലവഴിക്കുന്നതിലൂടെ സ്നേഹം വെളിപ്പെടുത്താം. പക്ഷെ യേശു തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയത് തന്റെ സ്വന്തം രക്തം, His precious blood and His body's life. അവന്റെ ജീവനും ജീവിതവും ശരീരവും മുഴുവൻ തന്ന സ്നേഹത്തെ വെളിപ്പെടുത്തിയെങ്കിൽ ആ സ്നേഹത്തോട് കമ്പയർ ചെയ്യാൻ മറ്റൊരു സ്നേഹമില്ല. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ സ്നേഹത്തെ വെളിപ്പെടുത്താറുണ്ട്? എത്ര പേര് നിങ്ങളുടെ മക്കളോട് ഐ ലവ് യു എന്ന് പറയാറുണ്ട്? എൻ്റെ മോളോട്, എൻ്റെ മോനോട് ഞാൻ മിക്കവാറും ഐ ലവ് യു എന്നൊക്കെ പറയും. ചേർത്ത് പിടിച്ച് മക്കളെ ലവ് യുടെ കൂട്ട ചക്കര അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? കുറച്ച് പേരേ ഉള്ളോ? പറയണം കേട്ടോ. നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകേണ്ടത് നിങ്ങളുടെ മക്കളാണ്. നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകേണ്ടത് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ വെളിപ്പെടുത്താതിരിക്കരുത്. അത് പ്രകടമാക്കണം. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. ആ സ്നേഹത്തെ നിങ്ങൾ വെളിപ്പെടുത്തുന്നവരാകണം. യേശു ആ സ്നേഹത്തെ ക്രൂശിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഇനി how many people are loving Jesus, are loving God here? കർത്താവിനെ സ്നേഹിക്കുന്നവരെന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച്. ദാവീദ് സ്നേഹത്തെ വെളിപ്പെടുത്തിയ കേൾക്കണോ? നിങ്ങൾക്ക് കേൾക്കണോ? ഞാനൊരു വാക്യം വായിപ്പിക്കാൻ പോവാ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഭാഗം 116 സങ്കീർത്തനം, അതിൻ്റെ 1 വാക്യം നിങ്ങൾ നോക്കിയേ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെങ്കിലും ഇവിടെ പറയാൻ പറ്റും, എൻ്റെ തമ്പുരാൻ, എൻ്റെ ദൈവം പലപ്പോഴും എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് മറുപടി തന്നിട്ടുള്ളവനാ. ഐ ലവ് യു മൈ ഗാഡ്. നോക്കിയേ, ഐ ലവ് ദ ലോർഡ്. എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. 6 വാക്യം നോക്കി. അവൻ എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. 7 വാക്യം നോക്കി. അവൻ എനിക്ക്, ഞാൻ പെട്ടെന്ന് പറയാം. 7 വാക്യത്തിൽ അവൻ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്തൊക്കെ കാരണം കൊണ്ടാണ് ആ മനുഷ്യൻ സ്നേഹിച്ചെന്ന് നോക്കണം. അവൻ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. 8 വാക്യത്തിൽ നോക്കി. അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. 16 വാക്യം നോക്കി. ദൈവമേ, നിന്റെ ദാസനാക്കി നീ എന്നെ മാറ്റിയിരിക്കുകയാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അടുത്ത വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കൽ. ആ 16 വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഐ ലവ് ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് 6 റീസൺ പറഞ്ഞ, 6 കാരണങ്ങൾ. 6 കാരണങ്ങൾ ദാവീദ് പറയുന്നു. 1, അവൻ എൻ്റെ പ്രാർത്ഥനയും യാചനയും കൈക്കൊണ്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എനിക്ക് ഉപകാരം ചെയ്തതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്നെ മരണത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവിടുത്തെ ദാസനായി, 5-മതായി അവിടുത്തെ ദാസനായി എന്നെ മാറ്റിയതിനാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. 6-മതായി നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ആ കൈ ഒന്ന് അടിച്ച് കർത്താവ് ഒരെണ്ണമെങ്കിലും എന്നിട്ട് വാ തുറന്ന് പറഞ്ഞേ, ഐ ലവ് യു മൈ ലോർഡ്. Lift your voice and let us say, everyone here, I love you my Lord. You hear my prayer, Lord. You saved me, Lord. You delivered me, Lord. I thank you, Lord. I love you my Jesus. ഇത് പറഞ്ഞ, ഇത് ഇഷ്ടമല്ല, ഇത് സ്നേഹമാണ്. സ്നേഹമാണ്. അവിടെ പറഞ്ഞില്ലല്ലോ, ഇത് ഇഷ്ടമല്ല, ഇത് ഇഷ്ടമല്ല, ഇത് സ്നേഹമാണ്. സ്നേഹമാണ്. ഉറക്കെ പറഞ്ഞ്, ലൈക്ക് അല്ല, ലൈക്ക് അല്ല, ലവ് ആണ്. ലവ് ആണ്. ദൈവത്തിന്റെ സ്നേഹം ലൈക്ക് അല്ല, ലവ് ആണ്. ലവ് ആണ്. ഇഷ്ടമല്ല, പക്ഷെ ഇത് സ്നേഹമാണ്.
ഞാനൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പിണങ്ങുമോ? പിണങ്ങത്തില്ലല്ലോ. ഇപ്പൊ തന്നെ ചിലരിനെ നോക്കുന്നുണ്ട്. പിണങ്ങുമോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ മാത്രം ശരിക്കും പറഞ്ഞാലേ കർത്താവിന് നമ്മളെ ഇഷ്ടമൊന്നുമല്ല. സത്യം, ദൈവത്തിന് നമ്മളെ ഇഷ്ടമൊന്നുമല്ല. ഇഷ്ടപ്പെടാൻ എന്നായിരിക്കുന്നു? പക്ഷെ അവന് നമ്മളോട് സ്നേഹ. എന്തോ ഈ ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയട്ടെ. നേരത്തെ പുള്ളിക്ക് വെജിറ്റേറിയൻ ആയിരുന്നു ഇഷ്ടം, ഇപ്പൊ പുള്ളിക്ക് നോൺ വെജ് ആണ് ഇഷ്ടം. നേരത്തെ ചിക്കൻ ആയിരുന്നു ഇഷ്ടം, ഇപ്പൊ ചിക്കൻ ഇഷ്ടമല്ല, ഇപ്പൊ പുള്ളിക്ക് ഫിഷ് ആണ് ഇഷ്ടം. ഇഷ്ടം മാറും, ഇഷ്ടങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാകും. പക്ഷെ സ്നേഹമോ ഒരു നാളും മുതിർന്നു പോകത്തില്ല. Like will change it, but love never fails. സത്യമാണ് പാസ്റ്റർ ക്രിസ്ത്യനെ, ആരനെ സത്യ. നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മളിൽ എന്നായിരിക്കുന്നു ദൈവത്തിന്? അലക്സ് ബ്രദറെ, നമ്മളെ ദൈവത്തിന് ഇഷ്ടപ്പെടാൻ നമ്മളിൽ എന്നായിരിക്കുന്നു? എന്നാ ചെയ്തിട്ടാ? നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം ദൈവത്തിന് മുമ്പിൽ കറ പുരണ്ട തുണി പോലെ എന്നാ. നിങ്ങൾ ആ പാത്രം പിടിക്കുന്ന തുണി പോലെ ഉള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രവർത്തികളെല്ലാം. പക്ഷേ അവന് നമ്മളോട് സ്നേഹമാണ്. അവൻ്റെ സ്നേഹം ഒരു നാളും. അപ്പോൾ ഒരു ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാകേണ്ടതും ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഉണ്ടാകേണ്ടതും ഒരു പാസ്റ്ററിന് വിശ്വാസികളോട് ഉണ്ടാകേണ്ടത് ലൈക്കല്ല. ലൈക്ക് വരുന്ന എപ്പോഴാണെന്നറിയാമോ? നല്ല പോസ്റ്റുകൾക്ക് ലൈക്ക് കൊടുത്തിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി. നല്ല ഫേസ്ബുക്കിൽ വരുന്ന നല്ല പോസ്റ്റുകൾക്ക് ലൈക്ക് കൊടുത്തിട്ടുള്ളവർ. ഇഷ്ടപ്പെടാത്ത പോസ്റ്റുകൾക്ക് ലൈക്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പം ഭാര്യയോട് നിങ്ങൾക്ക് ലൈക്ക് ആണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ, ആ ഇഷ്ടം മാത്രമേ ഉള്ളെങ്കിൽ എന്തോ പുള്ളിക്കാരിയുടെ സൗന്ദര്യം, പൈസ, സ്വഭാവം, എന്തോ ഒരു നല്ല കാര്യം കണ്ടിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. പക്ഷെ ക്രിസ്തു നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ എന്നെ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ എന്നിൽ ഒരു സാധനവും ഇല്ല. അവിടെ നമുക്ക് സ്നേഹിക്കാൻ പറ്റിയാൽ, അവിടെ നമുക്ക് കരുതാൻ പറ്റിയാൽ വിജയിച്ചു. 100% വിജയിച്ചു. അതിനെ പ്രകടമാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചേർന്നൊരാമേൻ പറയാമോ? ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 31:23 വാക്യം പറയുന്നു, യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിക്കുവീൻ. That's a prayer. നമ്മളെല്ലാവരും, അമ്മമാരെല്ലാം ഒന്ന് കൈപൊക്കി പിടിച്ചേ, അപ്പന്മാരൊന്ന് കൈപൊക്കി പിടിച്ചേ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്നാണെന്നറിയാമോ? ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങേ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം കൊടുക്കണം. Are you with me? കൈ താഴ്ത്തിയിട്ടെ. കാരണം ബ്രദർ റിക്സൺ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, ബൈബിൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടോ? കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും, ഓഫറിംഗ് കൊടുക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ബൈബിളിലില്ല. ദശാംശം കൊടുക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ബൈബിളിലില്ല. കൈയടിച്ച് പെന്തിക്കോസ് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവെ പിന്മഴ നൽകാന്നുള്ള പാട്ട് പാടാത്തവൻ ശപിക്കപ്പെട്ടവനാന്ന് ബൈബിളിലില്ല. തുള്ളിച്ചാടാത്തവനോ പാട്ട് പാടാത്തവനോ ഗിറ്റാർ അടിക്കാത്തവനോ ശപിക്കപ്പെട്ടവനാണെന്ന് ബൈബിളിലില്ല. ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. എന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം? കർത്താവിനെ സ്നേഹിക്കുന്നവൻ കൈ കൊട്ടും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ ടൈത്ത് കൊടുക്കും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ സുവിശേഷവേല ചെയ്യും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ ചർച്ചയിൽ വരും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ പാട്ട് പാടും, കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ സകല പ്രവൃത്തികളെയും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഇതിൽ ഇരിപ്പുണ്ടെങ്കിൽ അവർ ഒന്ന് വെളിപ്പെടുത്തി കർത്താവിനെ സ്നേഹിക്കുന്നവൻ ഇത് ചെയ്യാൻ അവനെ പഠിപ്പിക്കണ്ട, അവനത് ചെയ്തിരിക്കും. സിറ്റ് സിറ്റ് സിറ്റ്. ഹല്ലേലൂയ. ഒരു ദൈവദാസനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം.
ദൈവത്തെ സ്നേഹിക്കുന്നവർ മാത്രമേ തൻ്റെ ദാസന്മാരെ സ്നേഹിക്കുകയുള്ളൂ. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളെ കൈക്കൊള്ളുന്നവർ, ശിഷ്യന്മാരെ തൊട്ടേച്ചാ പറയുന്നത്, നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. ഒന്ന് കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. താങ്ക് യു പ്രഷ്യസ് ജീസസ്. ഐ എം കമ്മിങ് ടു ദ പ്രഷ്യസ് വേർഡ്. പൗലോസ് പറയുന്നു, ഞങ്ങളെ നിർബന്ധിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന പണമല്ല, ഞങ്ങളെ നിർബന്ധിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന പദവിയല്ല, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ കമോൺ, ഇന്ന് പകൽ ആ സ്നേഹത്തിൽ ശുശ്രൂഷിക്കുന്നവർ എത്ര പേരുണ്ട്? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ. ഹല്ലേലൂയ. മോനെ, ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാമോ എന്നെ? 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. Oh my God, I thank you Lord Jesus for this beautiful word. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കട്ടെ. വാ തുറന്ന് എല്ലാവരും പറഞ്ഞ്, എല്ലാവരും യേശുവിന്റെ സ്നേഹത്തിലോട്ട് തിരിയട്ടെന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തി പറഞ്ഞ് എല്ലാവരും, എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ മക്കൾ, എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വൈഫ്, എൻ്റെ സഭാ വിശ്വാസികൾ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ നെയ്ബേഴ്സ്, എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, എവ്രിവൺ ലോർഡ്, എല്ലാവരും അപ്പാ അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരിയട്ടെ.